ഓക്കെ. അപ്പോ ഇപ്പൊ ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. അതിനു മുൻപ് നമുക്ക് ഇച്ചിരി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മള് ഇത് ഈ സെഷന് നമ്മളുടെ വീഡിയോ ഓണ് എന്താ പറയാ, ഇൻ ആൻ ഐഡിയൽ വേൾഡ് നമ്മള് വീഡിയോ ഓൺ ചെയ്ത് നമ്മളുടെ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത ആൾക്കാര് കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യും. അപ്പൊ അതിനൊരു പെന്നും കുറച്ച് പേപ്പറും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇതൊരു സേഫ് സ്പേസ് ആണ്. സേഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. നമ്മളെ പറ്റി, നമ്മളുടെ ആംബിഷൻസ്, നമ്മളുടെ ഡിസയേഴ്സ്, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇപ്പം പൊളിറ്റിക്സോ റിലീജിയനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യില്ല. അതേപോലെ നമ്മൾ ചില ഡിസ്കഷൻ ടോപ്പിക്കുകളിൽ നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നിങ്ങൾ അത് ഷെയർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഷെയർ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ അതാണ് നമ്മളൊരു സേഫ് സ്പേസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പെട്ടെന്ന് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് എല്ലാവർക്കും അറിയാം, സ്ക്രീനിൽ കാണാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഞാൻ ഇങ്ങോട്ട് ന്യൂസിലൻഡിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇപ്പോൾ 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മെഡിക്കൽ കോളേജിലാണ്. എന്റെ റോൾ എന്ന് പറയുന്നത് ഞാനൊരു HR BP ആണ്, ബിസിനസ് പാർട്ട്ണർ ആണ് ഫോർ വെൽനെസ്. അപ്പോ ഈ ഓസ്ട്രേലിയൻ ഔട്ട്ബാക്സ് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ഔട്ട്ബാക്കിന്റെ ഒരു സിനിമയുണ്ട്. ഈ ഓസ്ട്രേലിയൻ ഔട്ട്ബാക്സ് എന്ന് പറയുന്നത് ഒരു 300 to 400 കിലോമീറ്റേഴ്സ്, ചിലപ്പം ഒരൊറ്റ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരൊറ്റ ക്ലിനിക്, ഒരേ ഒരു പെട്രോൾ സ്റ്റേഷൻ, അങ്ങനെ അത് മാത്രം ചിലപ്പോൾ 1500 കിലോമീറ്റർ വരെയൊക്കെ ഒരു ക്ലിനിക്കോ ഒരു ഹോസ്പിറ്റലോ ഒക്കെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് സ്പെഷ്യലൈസ്ഡ് സ്കിൽസ് ഉള്ള ഡോക്ടേഴ്സ് ആണ്. അവര് ഇപ്പോ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി മാത്രമായിരിക്കില്ല. ഇപ്പൊ മിഡ്വൈഫറി, അതിന്റെ കൂടെ ENT, അല്ലെങ്കിൽ അതിന്റെ കൂടെ ന്യൂറോ, അങ്ങനെ കുറച്ച് ഡിഫറെന്റ് സെറ്റ് ഓഫ് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഡോക്ടേഴ്സ് ആണ്. അവരാണ് എന്റെ ക്ലയൻസ്. അതേപോലെ തന്നെ ഞാൻ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒരു മെന്റൽ ഹെൽത്ത് ഇൻസ്ട്രക്ടർ ലൈസൻസിയാണ്. അപ്പോൾ അതായത് ഇവിടെ നമ്മളുടെ നാട്ടിലെക്കാട്ടിലും കൂടുതൽ മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ഇവിടെ വർക്ക് പ്ലേസസിൽ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡേഴ്സ് എന്ന് പറയും. നമ്മളുടെ വർക്ക് പ്ലേസിൽ ഇപ്പോ എന്തെങ്കിലും ഒരു ഡിസ്ട്രെസ്സോ സ്ട്രെസ്സോ, ആൾക്കാർക്ക് വർക്ക് പ്രഷറോ അങ്ങനെ, അല്ലെങ്കിൽ പേഴ്സണൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡേഴ്സ് ഉണ്ട്. അപ്പൊ അവരെ ഇൻസ്ട്രക്ട് ചെയ്ത് അവരെ സർട്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈസൻസ് എനിക്ക് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇത് പറയാൻ ഉള്ള കാരണം. ഇപ്പൊ ചിലപ്പോ നമ്മൾക്ക് ആർക്കെങ്കിലും തോന്നും, ഞാൻ എന്തിനാണ് ദേവി പറയുന്നത് കേൾക്കുന്നേ എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ എന്താണ് ദേവിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് തോന്നിയാൽ, ഇതാണ് ക്വാളിഫിക്കേഷൻ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാം എന്ന് വിചാരിച്ചത്. അത്രേ ഉള്ളൂ. അപ്പോ ഇനി ഒന്ന് വേഗം നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും. അതായത് നിങ്ങളുടെ പേര്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മളുടെ ഈ സെഷനിൽ നിന്ന് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ടേക്ക് അവേ എന്താണ്, വാട്ട് ഈസ് ദാറ്റ് യു വോണ്ട് ടു ടേക്ക് അവേ ഫ്രം ഹിയർ, അങ്ങനെ അത് മാത്രം ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ഒന്നുകിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ചാറ്റിൽ ഒന്ന് പറയാം. ഹലോ മാം. ഹലോ. യെസ്, പറഞ്ഞു. ഹലോ. മാം, എൻ്റെ പേര് ആര്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്താണ്, ബട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ വന്ന് മലപ്പുറത്താണ്. ഇവിടെ ഒരു കോളേജിൽ ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ വർഷം ഒരു ബെറ്റർ ജോബ്, ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് സെക്ടറിലുള്ള ജോബാണ്, പ്രൈവറ്റ് കോളേജാണ്. സോ എനിക്കൊരു ബെറ്റർ ജോബിലേക്ക് പോവാന്നുള്ളതാണ് മെയിൻ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ വെരി നമ്മളെ ഗുഡ്, ഇമ്പ്രൂവ് ചെയ്യുക എല്ലാ രീതിയിലും, അത്രേ ഉള്ളൂ. വെരി ശരി ഗുഡ്, മാം, വെരി താങ്ക് യു. താങ്ക് യു ആര്യ. നമ്മളുടെ ഇനി ഒരു ആര്യയും കൂടെ ഉണ്ട്. നമുക്ക് ആര്യ സ്ക്വയർ ആണ് ഇവിടെ. ആര്യക്ക് സംസാരിക്കാൻ പറ്റുമോ?
അതുപോലെ നമുക്ക് ബാലേന്ദു ഉണ്ട്. പിന്നെ എനിക്ക് പേരറിയില്ല. യൂസർ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. ദീപക്. ഓക്കെ, ഹായ് ദീപക്. ഓക്കെ. ദീപക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അതുപോലെ ദീപക് 2025 ടു മേക്ക് 2025 എ ബെറ്റർ ഇയർ, അതാണ് ദീപകിന്റെ ഗോൾ. വെരി ഗുഡ്, വെരി ഗുഡ് ദീപക്. അതേപോലെ തന്നെ വേറെ ആരെങ്കിലും ചാറ്റില് ഒന്നുകിൽ ചാറ്റില് ഒന്ന് പറയുക, അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഓക്കെ. ബാലേന്ദു ട്രിവാൻഡ്രത്ത് നിന്നാണ്. ക്ലാരിറ്റി അബൌട്ട് മൈ ഗോൾ സെറ്റിംഗ് ടെക്നിക്സ് ഫോർ 2025. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ബാലേന്ദു. അപ്പോ ഓക്കെ, അപ്പൊ ശരി, ഞാൻ എന്തായാലും ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. അത് കുറച്ച് എളുപ്പമായിരിക്കും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾക്ക് എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഓൾ റൈറ്റ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യെസ്. അപ്പൊ നമ്മള് എന്തായാലും അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ആരാണ്, നമ്മൾ എന്താ ഇവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് എനിക്ക് വേണ്ടത്, നിങ്ങൾ ഒന്നുകിൽ ഒരു ബുക്കിലോ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെന്റൽ നോട്ട് ഒന്ന് തയ്യാർ ചെയ്യണം. അതായത് സാധാരണ നമ്മൾ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സെഷൻ കുറച്ച് അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ സെഷൻ തുടങ്ങുന്നത് നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ ഇത്രേ ചെയ്യാനുള്ളൂ. ഞാനൊരു 1 മിനിറ്റ് സമയം തരാം. 1 മിനിറ്റ്. ആ 1 മിനിറ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പേരുടെ പേരെഴുതുക. 5 പേര് ആരൊക്കെയാണെന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ 5 പേരെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പേര്. അപ്പോ 1 മിനിറ്റ് സമയം തരാം. നമ്മളുടെ ടൈം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. അവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എഴുതി കഴിയുമ്പോ എനിക്കൊന്ന് ഒരു തംസ് അപ്പ് തരുവോ, എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, കംപ്ലീറ്റ്. ഓക്കെ. ആർക്കെങ്കിലും അത് ഷെയർ താല്പര്യമുണ്ടോ? നിങ്ങൾ പേര് പറയണം എന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പറയാം. ഒരു 5 പേരെ പറയാൻ താല്പര്യമുണ്ടോ? പറയാൻ പറ്റുമോ? ചാറ്റിൽ എഴുതിയാലും മതി. ഓക്കെ. വേറെ എന്തെങ്കിലും ആൻസർ? താങ്ക് യു. അരിയാണോ അത് എഴുതിയത്? അതെ മാം, അതെ. ഓക്കെ. അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫാമിലിയിൽ നിന്ന് മാത്രമാണോ, അതോ അതിനകത്ത് സബ്സെറ്റ്സ് ഉണ്ടോ? ഫാമിലി മെമ്പേഴ്സ്, ഐ മീൻ അച്ഛൻ, അമ്മ, ബ്രദർ, അങ്ങനെ 5 പേര്. ഓക്കെ, വെരി ഗുഡ്. അതേപോലെ ദീപക് ആണ് നെക്സ്റ്റ് ഒരു ഇത് എഴുതിയിരിക്കുന്നത് അല്ലേ? ഓക്കെ. ബാലേന്ദു പറഞ്ഞിട്ടുണ്ട്. ബാലേന്ദുവിന്റെ ഫാമിലിയും അതേപോലെ ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിലേക്ക് പിന്നീട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. ഓക്കെ. ഇനി ഒരു ആക്ടിവിറ്റിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം.
ഇനി വേണ്ടത്, ഞാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് സമയം തരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു 3 ഗോൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. നമ്മളുടെ ഈ വർഷത്തെ 3 ഗോൾസ് നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു 3 ഗോൾസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ഒന്ന് എഴുതി വെക്കുക. പെട്ടെന്ന് ഒരു 2 മിനിറ്റിൽ ഒന്ന് എഴുതുക. ഇപ്പൊ എഴുതി തുടങ്ങിയാൽ 2 മിനിറ്റിൽ നമുക്ക് തീർക്കാം. താങ്ക് യു. നമുക്ക് വീണ്ടും ഒരു ആൻസർ വന്നിട്ടുണ്ട്. അച്ഛൻ, അമ്മ, സ്പൗസ്, സഹോദരങ്ങൾ, ഫ്രണ്ട്സ്. ഓക്കെ, വെരി ഗുഡ്. ശരി, ഓക്കെ. അത് നിങ്ങൾ ഷെയർ ചെയ്യേണ്ട. നിങ്ങളുടെ ഗോൾസ് ആണ്. നെക്സ്റ്റ് 365 ദിവസമുണ്ട് നമുക്കിനി അത് സെറ്റ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ അത് ഷെയർ ചെയ്യേണ്ട. ആ 3 ഗോൾസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മതി. ഐഡന്റിഫൈ ചെയ്ത് ഒന്നുകിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെന്റൽ നോട്ട് ഇട്ടാൽ മതി. ഓക്കെ. അപ്പോ ഇനി നമ്മൾ ഇപ്പൊ എന്റെ സ്ക്രീനിൽ റൈറ്റ് സൈഡിലേക്ക് മാത്രം ശ്രദ്ധിക്കുക തൽക്കാലം. റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നതിനെയാണ് നമ്മൾ വീൽ ഓഫ് ലൈഫ് എന്ന് പറയും. ഈ വീൽ ഓഫ് ലൈഫിനകത്ത് വീൽ ഓഫ് ലൈഫ് ഒരു വലിയ, നമുക്കതിനെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാം. പക്ഷെ അതിനകത്തെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ഫോക്കൽ ഏരിയാസ് അല്ലെ ഫോക്കസ് പോയിന്റ് മാത്രമാണ് നമ്മളിപ്പോ അവിടെ കാണുന്നത്. അതായത് നമ്മളുടെ ഫൈനാൻസ്, കരിയർ, ബിസിനസ്, അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ, നമ്മളുടെ റിലേഷൻഷിപ്സ് ആൻഡ് ഫാമിലി, അതേപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിനെ നമുക്ക് ഇനിയും ഒരുപാട് സബ്സെറ്റ്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഗോൾസ്, ഇപ്പൊ നിങ്ങൾ എഴുതിയ ഈ 3 ഗോൾസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് ആണോ അല്ലേ എന്ന് മാത്രം ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണോ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ റിലേറ്റഡ് ആണോ, അതോ ഇതുമായിട്ട് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലാത്ത ഒരു ഗോളാണ്? റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് ആണ്. ഓക്കെ. ഇനി നിങ്ങൾ എഴുതിയ ഗോൾസിൽ എത്ര ഗോൾസ് പുതിയതായിട്ട് ഉള്ള ഗോൾസ് ആണ്? ആ എഴുതിയ 3 ഗോളില് ഏതെങ്കിലും ഒക്കെ ഗോള് പുതിയതായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തതാണോ, അതോ അതിനകത്ത് ഇതിനു മുൻപ് ഉള്ള വർഷങ്ങളിൽ കൂടെ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷം ശ്രമിച്ചു, അതിന് മുമ്പ് ശ്രമിച്ചു, നടന്നില്ല, അപ്പൊ വീണ്ടും നമ്മളിപ്പോ ശ്രമിച്ചു, അങ്ങനെയാണോ? അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കാൻ പോകുന്നു? രണ്ടും. അപ്പൊ നമ്മൾ ഇതിന് മുൻപ് ശ്രമിച്ച അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ഗോൾസും ഉണ്ട്, നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്ത ഗോൾസും ഉണ്ട്, അല്ലെ?